ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1996 ഒരു ഹൊറർ ഡിസാസ്റ്റർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1996 പുറത്തിറങ്ങിയ ട്വിസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയുടെ സ്റ്റാൻഡ് ലോൺ സീക്വൽ ആയിട്ടുള്ള മൂവിയാണ് ഇപ്പോൾ 2024 പുറത്തിറങ്ങിയ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവി നമുക്ക് ചെയ്യാം. അതിന് മുന്നേ എന്തായാലും 1996 ഇറങ്ങിയ ഈ ഒരു മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 1996 ആ ഒരു കാലഘട്ടത്തിലെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഒരു ലെവലിലുള്ള മൂവി ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോവും. ആ ഒരു രീതിയിൽ മേക്കിംഗ് കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ ത്രില്ലടിപ്പിച്ച് വരുത്തുന്ന ഒരു മൂവിയാണിത്. അമേരിക്കയിലെല്ലാം ഉണ്ടാവുന്ന വലിയൊരു ചുഴലിക്കാറ്റ്, അത് സുനാമി, ഭൂകമ്പം, ഇതെല്ലാം ഒരു നാടിനെ എങ്ങനെ നശിപ്പിക്കും, അതേപോലെയുള്ള നാശനഷ്ടം തന്നെ ആ ഒരു ചുഴലിക്കാറ്റും വരുത്തി വെക്കും. അങ്ങനെ ആ ഒരു ചുഴലിക്കാറ്റിന്റെ ദിശയും മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടി കുറച്ച് സെൻസറുകളുണ്ട്. അത് ആ ഒരു ചുഴലിക്കാറ്റിലേക്ക് പറത്തി വിടണം. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ടീം. അങ്ങനെ ആ ഒരു സെൻസറുകൾ ചുഴലിക്കാറ്റിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവീസ് വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒക്ലഹോമയിലെ ഒരു ചെറിയ ഗ്രാമം, അന്തരീക്ഷമല്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോൾ രാത്രിയിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ കൊടുങ്കാറ്റ് വീശുകയാണ്. അതേസമയം ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഒരു ഫാം നടത്തുന്ന ഒരു ഫാമിലി ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ട് തന്റെ ഭാര്യനെയും അതേപോലെ തന്നെ കുട്ടീനെയും വിളിച്ച് ആ ഒരു ഭർത്താവുണ്ടല്ലോ, അയാളാണെങ്കിൽ പെട്ടെന്ന് വെളിയിലേക്ക് ഓടാൻ പറയാണ്. അങ്ങനെ ഇവരാണെങ്കിലോ പെട്ടെന്ന് പേടിച്ചിട്ട് ഇതേപോലെയുള്ള കൊടുങ്കാറ്റും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ വീടിന് വെളിയിലായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഒരു നിലവറ പോലെയുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് ഒളിക്കാനായിട്ട് പറയാണ്. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് ഓടി വരുന്ന സമയത്ത് ആ ഒരു ചെറിയ പെൺകുട്ടി വളർത്തുന്ന നായുണ്ടല്ലോ, ആ ഒരു നായ്ക്കുട്ടി വീടിനകത്തായി പോയി. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അവൾ വിളിക്കുന്നുണ്ട് ആ ഒരു നായനെ. അപ്പോൾ അത് കേട്ട് ആ ഒരു നായ ഓടി വരുന്നതും ഇവർ മൂന്നുപേരും അങ്ങനെ നല്ല വേഗതയിൽ ഓടി വന്നിട്ട് ആ ഒരു നിലവറയുടെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് പോകുന്നു. അതിനു മുന്നേ തന്നെ അവിടെയുള്ള ഫാമും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു കൊടുങ്കാറ്റ് അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഒരു വിധത്തിൽ അതിനകത്തേക്ക് കയറുന്നതും അവൾ പറയുന്നുണ്ട് എൻ്റെ നായ്ക്കുട്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു നായ്ക്കുട്ടീനെയും അകത്തേക്ക് വിടുന്നു. അത് കഴിഞ്ഞിട്ട് അയാളാണെങ്കിൽ ആ ഒരു നിലവറയുടെ ഡോർ ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല രീതിയിൽ വലിച്ചു പിടിക്കാണ്. പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്നില്ല. ഒരുപാട് നേരം ശ്രമിച്ച് ഇപ്പൊ അവസാനം ആ ഒരു കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നതും ആ ഒരു ഡോർ ഉൾപ്പെടെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ഒരു അപകടത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞിട്ട് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഇപ്പോൾ നിരീക്ഷിച്ചിട്ട് എന്തോ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നത് പോലെ കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും അവരത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ബിൽ, അവന്റെ ഭാര്യ മെലീസ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പാടത്തിന്റെ നടുവിലൂടെ എവിടേക്കും ഇങ്ങനെ പോവാണ്. അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ മെലിസ എന്ന് പറഞ്ഞൊരു ലേഡിയെ പറ്റി അവനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവളോടായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവൾ എപ്പോഴും വർക്കിലാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ അവരാണെങ്കിലും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് നേരെ അവിടേക്ക് ചെല്ലുന്നതും അവിടെ കുറെ വണ്ടികളൊക്കെ ആയിട്ട് കുറെ ടീമുകളുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹീറോ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർക്ക് നല്ല സന്തോഷമായി. ഹേ ബിൽ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്നെല്ലാം അവനോട് ഇങ്ങനെ പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവന്റെ ഭാര്യ മെലീസയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ജോ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ജോതായ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നേരെ ജോയെ കാണാനായിട്ട് ചെല്ലാണ്. അപ്പൊ ഇതാണ് ജോ, ഇവളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അവൾ ഒരു കാലാവസ്ഥാ നിരീക്ഷകനാണ്. അതുപോലെ നമ്മുടെ ഹീറോ ഇപ്പൊ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജോ ആയിട്ട് ഇവർ കല്യാണം കഴിച്ച് ഇപ്പൊ ആ ഒരു ബന്ധം വേറെ പിരിയാൻ വേണ്ടിയിട്ട് അതിലുള്ള ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഹീറോ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് മെലിസയെ. അപ്പോൾ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിന് മുന്നേ തന്നെ അവൻ മറ്റൊരു കല്യാണം കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ജോ ആണെങ്കിലും അത് നീ എത്ര പെട്ടെന്ന് ചെയ്തോന്നെല്ലാം ചോദിച്ചിട്ട് അവൾക്ക് അത്ര വിഷമമൊന്നുമില്ല. എങ്കിലും അവൾ ആ ഒരു കാര്യങ്ങളെല്ലാം ചോദിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ജോയും ബില്ലും പ്രധാനമായിട്ടും ഈ ചുഴലിക്കാറ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും അവളുടെ മുന്നിലേക്ക് ആ ഒരു ഡിവോഴ്സ് പേപ്പർ വെച്ചിട്ട് ശരി ഇതിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി എന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിലും ശരി ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ജോ വന്നിട്ട് നമ്മുടെ മെലീസയെ പരിചയപ്പെടുകയാണ്. അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. അപ്പോൾ മെലീസ ആണെങ്കിൽ ഒരു ഡോക്ടറാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കാണ് ജോ പെട്ടെന്ന് ശരി ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം, ഞാനത് വീണ്ടും ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു മെഷീൻ്റെ അടുത്തേക്ക് ചെല്ലും. ആ ഒരു മെഷീനെ ഇവർ വിളിക്കുന്ന പേര് ഡൊറോത്തി എന്നാണ്. അതിനുള്ളിൽ പ്രോട്ടോടൈപ്പ് സെൻസറുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെലിസ വന്നിട്ട് അല്ല ഇതെന്ത് മെഷീനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ഈ ഒരു മെഷീനിലെ ഈ ഒരു ചെറിയ സെൻസറുകൾ ഉണ്ടല്ലോ, ഇത് ആ ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ അതിനുള്ളിലേക്ക് പറത്തിവിടും. അങ്ങനെ ഈ ഒരു സെൻസറുകൾ അതിനുള്ളിലേക്ക് പോയിട്ട് ആ ഒരു കാറ്റിന്റെ വേഗത, അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത്, അതെത്ര വലുതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സെൻസർ ചെയ്തിട്ട് ആ ഒരു വിവരങ്ങളെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഈ ഒരു ചുഴലിക്കാറ്റ് വരുന്ന സമയം, അതേപോലെ തന്നെ അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് ജനങ്ങളിലേക്ക് ഇവർക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് പേരുടെ ജീവനും രക്ഷിക്കാൻ കഴിയും. അതാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെലീസ ചോദിക്കും, അല്ല നമുക്ക് ആൾറെഡി വാർണിംഗ് സെന്ററുകൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെൻസറുകൾ ആ ഒരു ചുഴലിക്കാറ്റിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചുഴലിക്കാറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ F2 എന്ന് പറഞ്ഞിട്ട് ഒരു ചുഴലിക്കാറ്റ് ഈ ഒരു വശത്തേക്ക് വരുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കും. അത് ഇവിടെ നിന്ന് 30 മൈൽ അകലെയാണെന്ന് പറയുന്നതും ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോയിനും അവളുടെ ടീമും ആ ഒരു വണ്ടിയെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കാണ് മെലിസ ഹീറോയോട് ചോദിക്കുന്നത്, ഓക്കെ ശരി നിങ്ങൾ സൈൻ വാങ്ങിയോന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അയ്യോ അത് മറന്നുപോയി, ബാ നമുക്ക് അവളുടെ പുറകെ പോവാന്ന് പറഞ്ഞ് അവന്റെ ആ ഒരു കാറും എടുത്തിട്ട് ഇവരുടെ പുറകെ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ചുഴലിക്കാറ്റ് ലക്ഷ്യമാക്കിയിട്ട് ആ ഒരു വശത്തേക്ക് പോകുന്ന സമയത്താണ് ഇവരുടെ പുറകെ തന്നെ മറ്റു കുറച്ച് വണ്ടികൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ ഹീറോ അത് കാണുമ്പോഴത്തേക്കും, ഹേയ് ജോനസ് നീയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മെലിസ ചോദിക്കും, അതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, അത് വേറെ ആരുമല്ല, ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരുത്തൻ തന്നെയാണ്. പക്ഷെ അവനാണെങ്കിലോ കുറച്ച് കോർപ്പറേറ്റ് സ്പോൺസർമാരെ കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ടീമും വിട്ട് ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറ്റൊരു ടീമുമായിട്ട് പോയിരിക്കുകയാണ്, ചതിയൻ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ജോയോട് ഈ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവൻ പോണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ പുറകെ മറ്റൊരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഹീറോ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റുന്നതും കുറെ കമ്പികളും മറ്റ് റോഡ് സൈഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലൂടെ കയറിയിട്ട് ഇവരുടെ ടയർ അങ്ങ് പഞ്ചറായി പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ നേരെ പട്ടണത്തിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് ടയറെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ 2 ടീമും അവിടെ നിന്നിട്ട് ന്യൂസ് ചാനലുകൾക്കെല്ലാം ഇവർ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് പറയാൻ പോവാണ്. കാരണം ഈ ഒരു സെൻസറുകൾ ചുഴലിക്കാറ്റിലേക്ക് വിട്ട് അതിന്റെ ദിശയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അത് ഏത് ടീമാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് ചാനലുകളെല്ലാം അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ജോനാസ് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനും ഒരു സെൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ .3 എന്നാണ് വിളിക്കുന്നത്. ഇത് ചുഴലിക്കാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദിശയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് വാണിംഗ് തരാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം വരും. ഓടി വന്നിട്ട് അവനെ പിടിച്ചിട്ട്, ചതിയാ നീ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞ് അവനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഇടിക്കാനെല്ലാം ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് അവനെ വന്ന് തടയുന്നത്. അവൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും അതിൽ പറക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് വരുമ്പോൾ മെലിസ ചോദിക്കുന്നുണ്ട്, ഹേയ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവനോടുള്ള ആ ഒരു വാശി എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു സെൻസറുകൾ പറത്തുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ആ ഒരു സെൻസറുകൾ അതിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കോഫിയെല്ലാം കുടിക്കാനായിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മെലിസ ജോയോട് വന്ന് ചോദിക്കുന്നത്, അല്ല നിനക്ക് ഇപ്പോഴും ബില്ലിനെ ഇഷ്ടമാണോ, ആ ഒരു പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ജോ അതിന് വലിയ രീതിയിൽ മറുപടിയൊന്നും പറയത്തില്ല. അവിടെ നിന്നങ്ങ് പോവാണ്. അതേസമയം വെളിയിൽ നമ്മുടെ ഹീറോ ആ ഒരു കാറ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മണ്ണിങ്ങനെ താഴെ കിടുന്നതും ആ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതുപോലെ അതേ കാലാവസ്ഥയെല്ലാം മാറുന്നതുകൊണ്ട് ഹീറോ പെട്ടെന്ന് മെലിസയുടെ അടുത്തേക്ക് വന്നിട്ടാണ്, ഓക്കെ മെലിസ നീ നമ്മുടെ വണ്ടി എടുത്തിട്ട് എൻ്റെ പുറകെ തന്നെ ഫോളോ ചെയ്തു വാ, ഞാൻ ജോയോടൊപ്പം പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ജോയ്ക്ക് വരാൻ നമ്മുടെ ബില്ലിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇവർ നേരെ ആ ഒരു ചുഴലിക്കാറ്റ് ഫോളോ ചെയ്ത് പോവാണ്. അതുപോലെ ഇവർ പോകുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ജോനാസിന്റെ ടീം ഉണ്ടല്ലോ അവരും പെട്ടെന്ന് ഇവരെ ഫോളോ ചെയ്ത് പോവാണ്. ഇവരാണെങ്കിൽ നല്ല വേഗതയിൽ പോവാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതുപോലെ ഇപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്നത് ഒരു ചെറിയ ചുഴലിക്കാറ്റിനെയാണ്. അതുപോലെ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ജോ ബില്ലിനോട് ചോദിക്കുന്നുണ്ട്, മെലിസ അവളെ എങ്ങനെയാ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നല്ല ഇങ്ങനെ പറയുന്ന സമയത്ത് ഹീറോ പറയും, ഇപ്പൊ അതൊക്കെ എന്തിനാ സംസാരിക്കുന്നതെല്ലാം പറഞ്ഞ് ജോയോട് സംസാരിക്കുന്ന സമയത്ത് ജോ പറയും, ബിൽ ഞാൻ വണ്ടി എടുക്കാം, ഇല്ല ഞാൻ തന്നെ ഓടിക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയും ദേ മുന്നിലേക്ക് നോക്കാൻ പറയുന്നതും മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ട് ഇടിക്കാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അതിന് മുന്നേ തന്നെ അവൻ വെട്ടിച്ചങ്ങ് മാറ്റുകയാണ്. അങ്ങനെ അത് സംസാരിച്ച് ഇവർ പോകുന്ന സമയത്താണ് പുറകിലുള്ള ഒരുത്തൻ വിളിച്ച് പറയുന്നത്, ബിൽ നീ ഇപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റിനെ മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇടത്തേക്ക് നോക്കാനായിട്ട് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഇടത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ശരിയാണ് അവിടെയുള്ള അടുത്തുള്ളൊരു പാടത്തിന് ഉള്ളിലൂടെയാണ് ഇപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റ് പോകുന്നത്. അത് കാണുന്നതും ഹീറോ പെട്ടെന്ന് ആ ഒരു വശത്തേക്ക് വണ്ടി തിരിച്ച് അകത്തേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ പുറകെ തന്നെ പോവാണ്. അതേസമയം നമ്മുടെ ജോനാസ് ഉണ്ടല്ലോ അവൻ്റെ ടീം പുറകിൽ വരുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയും, സാർ അവരെല്ലാവരും ഇടത്തോട്ട് പോയി നമുക്കും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ശരി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വണ്ടിയും പുറകെ തന്നെ പോകുന്നു. അങ്ങനെ ഇവർ പോകുമ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് വീണ്ടും കുറച്ചുകൂടി ദിശ മാറിയിട്ട് അത് ഇത്തിരി ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും ദേ അത് അങ്ങോട്ട് പോകുന്നെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ സീറ്റ് ബെൽറ്റ് ഇടുന്നു പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒരു മണ്ണ് വെട്ടിയൊരു റോഡുണ്ട് അതിനുള്ളിലൂടെ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടിച്ചു പോവാണ്.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ കാണിക്കുമ്പോൾ ഓഹോ അത് ചെറിയ ചുഴലിക്കാറ്റൊന്നുമല്ല, ഇത് തന്നെ കാണുമ്പോൾ വലുത്. അപ്പോൾ ഇതിലും വലുതെന്ന് പറയുമ്പോൾ ഓക്കെ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ പുറകെ തന്നെ ആ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. വരുന്ന വഴിക്കുള്ള വീടും ഫാമും മറ്റു കാര്യങ്ങളെല്ലാം അടിച്ച് നശിപ്പിച്ച് പറത്തി എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഹീറോ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ട്രാക്ടർ ഇങ്ങനെ കിടക്കുന്നു. അതേപോലെ തന്നെ ചെറിയൊരു പാലമുണ്ട്. ഇതും കൂടി കാണുന്നത് നല്ല രീതിയിൽ ബ്രേക്ക് അങ്ങനെ ചവിട്ടി പിടിച്ച് വണ്ടി നേരെ കൊണ്ടുവന്നിട്ട് അതിനിടയിലേക്ക് ഇടിച്ചങ്ങ് കയറ്റാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അത് തുറന്നു വിടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഹീറോ നോക്കുമ്പോൾ അത് ശരിയാവത്തില്ല. കാരണം ഈ ഒരു ചുഴലിക്കാറ്റ് ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. അതുപോലെ അത് എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുപോലെ ആ ഒരു വീടും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണല്ലോ അത് വരുന്നത്. അതുകൊണ്ട് ഹീറോ പറയും ഇപ്പോൾ അതെന്തായാലും ശരിയാവത്തില്ല വാ എന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ച് ആ ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് കയറി അതിൻ്റെ തൂണിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതേസമയം ഈ ഒരു ചുഴലിക്കാറ്റ് ഇതിനടുത്തൂടെ പാസ് ചെയ്ത് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു വണ്ടി, അതേപോലെ തന്നെ അവിടെയുള്ള ട്രാക്ടർ, ആ ഒരു പാലം, ഇതെല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവരടിയിലിരുന്നത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇവരുടെ ആ ഒരു സെൻസറുകളും മറ്റു കാര്യങ്ങളെല്ലാം പോയെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു വണ്ടി അവിടെ അടുത്തായിട്ട് തന്നെ കിടപ്പുണ്ട്. ആ ഒരു സെൻസറുകളൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഹീറോയിന് ഇപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. ഹീറോ ആണെങ്കിലോ നേരെ ഓടി ചെന്നിട്ട് മെലിസയെ കെട്ടിപ്പിടിച്ച് ഹേയ് കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മുടെ ബില്ല് പറയും ശരി ദേ ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റിക്കോന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ വണ്ടി ഉണ്ടല്ലോ ആ ഒരു റെഡ് കാറ്, അതിൻ്റെ പുറകിലേക്ക് ആ ഒരു സെൻസറുകൾ വെച്ചിട്ട് വീണ്ടും ആ ഒരു ചുഴലിക്കാറ്റിനെ ഫോളോ ചെയ്തിങ്ങനെ പോകുന്നു. അങ്ങനെ ഇവർ വീണ്ടും പോകുന്നതും ഇത്തവണ നമ്മുടെ മെലിസ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ് ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ പുറകെല്ലാം കിടന്ന് നടക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മുടെ ജോനാസൻ ടീമും ഇവരുടെ പുറകെ തന്നെയുണ്ട്. കാരണം ഇതിൽ ആരാണ് ഫസ്റ്റ് ആ ഒരു സെൻസറുകൾ ചുഴലിക്കാറ്റിലേക്ക് വിടുന്നത് അവർക്കായിരിക്കും കുറച്ചുകൂടി മുൻഗണനയുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി രണ്ടുപേരും നല്ലതുപോലെ മത്സരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയുടെ വണ്ടി പുതിയതായതുകൊണ്ട് ജോനസിന്റെ വണ്ടികളെല്ലാം കഴിഞ്ഞ് അവരെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഡ്രൈവർ പറയുന്നുണ്ട് ഹേയ് നിങ്ങളുടെ സുഹൃത്ത് ഇതോ പോകുന്നെന്ന് പറയുന്നതും പെട്ടെന്ന് ഹീറോ എന്തോ ഒരു കാര്യം കണ്ട് വണ്ടി ചവിട്ടി അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്കും ഹീറോ പുറകിൽ നിൽക്കുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ജോനാസൻ ടീമും വീണ്ടും മുന്നിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഹീറോയും ചോദിക്കും അല്ല നീ എന്താ ഇവിടെ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ആ ഒരു ചുഴലിക്കാറ്റിന്റെ ദിശ നീ നോക്ക്, അത് മറ്റൊരു ആംഗിളിലേക്ക് മറ്റൊരു വശത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നതും ഹീറോയും ചോദിക്കും നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് മറ്റൊരു വഴി അങ്ങനെ കയറിപ്പോകുന്നു. അതേസമയം ഹീറോയുടെ ടീം അവൻ്റെ പുറകെ തന്നെയുണ്ട്. എന്നിട്ട് ആ ഒരു ചുഴലിക്കാറ്റിനൊപ്പം ഇവരും പോവാണ്. ഇത് കാണുന്ന നമ്മുടെ ജോനാസ് ടീമും അവർക്കാണെങ്കിൽ ഈ ഒരു ദിശയെല്ലാം നോക്കി നോക്കി അവർക്ക് എപ്പോഴും വഴി തെറ്റും. ഹീറോയിൻ ടീമുമാണ് എപ്പോഴും ആ ഒരു ചുഴലിക്കാറ്റിന് അടുത്തേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കാരണം ഇവർ പോകുന്ന ആ ഒരു വശം മുഴുവനായിട്ടും ഈ ഇരുണ്ട മേഘം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ഓടിച്ചിട്ട് ഇപ്പോൾ ഇവർ ചെല്ലുന്നത് ഒരു നദിയുടെ കുറുകെയുള്ള ഒരു പാലത്തിന് മുകളിലേക്കാണ്. അപ്പോൾ ആ ഒരു നദിയിലൂടെയാണ് ആ ഒരു ചുഴലിക്കാറ്റ് അങ്ങനെ വരുന്നത്. അതുമല്ല കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ രണ്ടായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും നമുക്ക് 2 സഹോദരിമാരെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് മെലിസ ഉണ്ടല്ലോ അവളാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഈ ഒരു ചുഴലിക്കാറ്റ് ഇത്രയും അടുത്ത് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു. അവളാണെങ്കിൽ അവരോട് ഫോൺ വിളിച്ചിട്ട് ശരി ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പശു ഉണ്ടല്ലോ ഈ ഒരു കാറ്റിൽ വിട്ടിട്ട് അത് ഇവരുടെ മുന്നിലൂടെ പറന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പോൾ ഇവളെ കണ്ട് വാ തുറന്ന് പേടിച്ചിട്ട് ഹേയ് അതൊരു പശുവല്ലേ പോയത് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ പശു അതേപോലെ തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അത്രയും വെയിറ്റുള്ള സാധനങ്ങൾ തന്നെ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ശക്തിയുള്ളൊരു കാറ്റാണിത്. അങ്ങനെ ഒരു വണ്ടി ഒഴിച്ച് അതിന് നടുവിലടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു 2 ചുഴലിക്കാറ്റും 2 വശങ്ങളിലൂടെ വന്നിട്ട് ഇവരുടെ കാറിന് ചുറ്റായിട്ട് ഇങ്ങനെ ചുറ്റാണ്. അപ്പോഴേക്കും ഇവർ നിൽക്കുന്ന ആ ഒരു കാറാണെങ്കിലും നല്ലതുപോലെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു കാറ്റ് ഈ ഒരു കാറിനെ എടുത്തോണ്ട് പോകുന്നില്ല. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. കുറേ നേരം ആ ഒരു കാർ അവിടെ കിടന്ന് ചുറ്റിയിട്ട് ആ ഒരു ചുഴലിക്കാറ്റ് പെട്ടെന്ന് മാഞ്ഞങ്ങ് പോകുന്നതും ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ മെലിസയ്ക്കാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം ഇവർ ആ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയല്ലോ. അതുകൊണ്ട് ഇനി പേടിക്കാതെ അടുത്ത തവണ എന്തായാലും ആ ഒരു സെൻസറുകൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട് ഇവരെ കൊണ്ട് കഴിയും. അപ്പോൾ ഇവരുടെ ടീം വന്നിട്ട് അതെല്ലാം ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാണ്. മെലിസയാണെങ്കിൽ പറയുന്നുണ്ട് ഹേയ് ഇത് വലിയൊരു കാര്യമാണ്, നമ്മൾ അതിൻ്റെ നടുവിലാണ് ഇത്ര നേരം നിന്നിരുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് മെഗ് എന്ന് പറഞ്ഞൊരു ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന ആഹാരമെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് ജോനാസ് എന്ന് പറഞ്ഞ അവൻ പെട്ടെന്ന് ഈ TV-കാർക്ക് വേറെ ന്യൂസ് ചാനലിനെല്ലാം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവൻ എന്തോ അത് കണ്ടുപിടിച്ചതുപോലെ അടുത്തേക്ക് ചെന്നുവെന്നും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയുടെ ടീം അവനിങ്ങനെ കളിയാക്കുന്നു. അങ്ങനെ ഇവർ കൂടുതൽ ചുഴലിക്കാറ്റിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഈ F1 F2 എന്നും പറഞ്ഞിട്ട് ഓരോ ചുഴലിക്കാറ്റിനും ഓരോ വലിപ്പം ഉണ്ടാവുമല്ലോ, അതനുസരിച്ചാണ് F1 F2 എന്നെല്ലാം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മെലിസ ചോദിക്കും അല്ല F5
അതെങ്ങനെയുണ്ട്, നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് വല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞങ്ങളാരും കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങളിൽ ഒരാൾ മാത്രം അത് കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ മുകളിലേക്ക് തന്നെ നോക്കുന്നു. അതുപോലെ മെഗ് എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഇല്ലേ, അത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും കൂടിയാണ്. അങ്ങനെ എല്ലാവരും ആരെല്ലാം കഴിച്ച് തീർന്നിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത ഒരു ചുഴലിക്കാറ്റ് വരാൻ പോകുന്നുള്ള നിർദ്ദേശം ഇവർക്കെല്ലാവർക്കും കിട്ടുന്നത്. കാരണം നമ്മുടെ ഹീറോയിൻ്റെ വീടിന് വെളിയിലായിട്ട് ഈ ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ലീഫ് എല്ലാം വെച്ചിട്ടുണ്ട്. അത് കറങ്ങുമ്പോഴത്തേക്കാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും വീണ്ടും അവിടെ ഇങ്ങനെ പോവാണ്. അപ്പോഴും ഇവരുടെ കയ്യിൽ ഡൊറോത്തി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉപകരണമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. അതുമല്ല ഇപ്പോൾ വരാൻ പോകുന്ന ആ ഒരു ചുഴലിക്കാറ്റ് F3 ആണ്. കാരണം നേരത്തെ കണ്ടതിലും കുറച്ചുകൂടി വലുത്. അങ്ങനെ ഇത്തവണയും ഇവർ മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ ജോനാസും ടീമും കൂടെ തന്നെയുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഇതിൽ കാണുമ്പോഴത്തേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. വെറുതെ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞങ്ങളുടെ വഴിക്കാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ വീണ്ടും മുന്നിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോ പറയുന്നത്, നീ എന്തായാലും നേരെയുള്ള വഴിക്ക് പോകണ്ട, വലതുവശത്തേക്ക് തിരിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, നിനക്ക് ഓക്കെ അല്ലേ, ഉറപ്പല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നത് ആ ഒരു വശത്തേക്ക് വലതുവശത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും വലതുവശത്തേക്ക് പോകുമ്പോൾ ജോനസിന്റെ ആ ഒരു ഡ്രൈവർ ചോദിക്കും, അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജോനസ് പറയും, ഹേയ് ആവശ്യമില്ല, നമ്മൾ നേരെ മാത്രമാണ് പോകുന്നത് എന്നും പറഞ്ഞിട്ട് നേരെ തന്നെ പോകുന്നു. അതുമല്ല മണിക്കൂറിൽ 35 km/h ആ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹീറോ പോകുമ്പോൾ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇവരെല്ലാം എല്ലായിടത്തും നോക്കാണ്. എന്നിട്ട് ദിശ എവിടെയാണെന്ന് കറക്റ്റ് പുറകിലുള്ള ടീമിനോട് ചോദിക്കുമ്പോൾ അടുത്തുള്ളൊരു മലയുണ്ട്, അതിന് മുകളിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇവര് ആ ഒരു മലയുടെ മുകളിലേക്ക് പോകും. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഇത്തവണ മഴയ്ക്ക് പകരം ഈ ആലിപ്പഴം പെയ്യുമെന്ന് പറയല്ലോ, ഐസ് കട്ടകള്, അതാണിപ്പോൾ പെയ്യുന്നത്. അങ്ങനെ ഹീറോയും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പെട്ടെന്ന് പുറകിലേക്ക് വന്ന് ആ ഒരു സെൻസറുകളുണ്ടല്ലോ അതിന്റെ ആ ഒരു മെഷീൻ അതങ്ങനെ ഓൺ ചെയ്യാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ ഒരു മഴയെ തിരുന്നിട്ട് അതെല്ലാം ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മുന്നിൽ ഈ കാറിന്റെ മുന്നിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വലിയ കാറ്റ് ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ വലിയ തടി, മരത്തിന്റെ ചില്ലകള്, പിന്നെ കുപ്പി, പാട്ട, ഇരുമ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാറിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നു. നമ്മുടെ മെലിസയും അവളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും കുറച്ച് ദൂരെയായിട്ട് നിന്ന് വീഡിയോ എടുക്കാണ്. കാരണം അവർക്ക് അടുത്തേക്ക് വരാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ മെലിസ ആ ഒരു ക്യാമറമാനോട് പറയുന്നുണ്ട്, അതെ അവക്ക് ഭ്രാന്താണ് ഇത്രയും വലിയ ചുഴലിക്കാരിനിടയ്ക്കെല്ലാം കയറി പോകാനായിട്ട്. അതേസമയം ഇവര് നമ്മുടെ ഹീറോയിനും മുന്നിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാണിക്കുന്നതും ഒരു ബോട്ട് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ബോട്ട് അങ്ങനെ പറന്ന് ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്, ഇനി അടുത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, കുറച്ചുകൂടി അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ അടുത്തത് ഒരു സൈക്കിൾ പറന്ന് കാറിന് മുന്നിലേക്ക് വന്ന് വീഴാണ്. അപ്പോൾ ഹീറോയിനായാലും ഓക്കെ ശരി നമ്മൾ ഏകദേശം അടുത്തെത്തിയെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കാർ അവിടെ നിർത്തി ആ ഒരു മെഷീൻ ഇപ്പോൾ ഓണാക്കി അത് തുറന്നു വെക്കുകയാണ്. ആ ഒരു സെൻസർ ബോളുകളുണ്ടല്ലോ അതെല്ലാം ഈ ഒരു കാറ്റിൽ പറന്നു പോകണം. അതിനു വേണ്ടിയിട്ട് അവർ താഴേക്ക് ഇറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റിനുള്ളിൽ എന്തോ ഒരു കാര്യം പെട്ടിട്ട് അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അതുമല്ലാതെ അവിടെ അടുത്തുള്ള ആ ഒരു പോസ്റ്റുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് പിഴുതിങ്ങനെ വീഴാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് അവിടെ നിന്ന് മാറ്റുന്നതും അതിലൊരു പോസ്റ്റ് ഇവരുടെ കാറിന് മുകളിലേക്ക് വന്ന് വീണ് ആ ഒരു സെൻസറുകളുണ്ടല്ലോ അതെല്ലാം താഴേക്ക് വന്ന് വീഴും. അപ്പോൾ ഹീറോയിൻ അതെല്ലാം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ലില്ല നമുക്കിപ്പോൾ എന്തായാലും സമയമില്ല എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു കാറ്റങ്ങ് നിൽക്കാണ്, അത് കുറഞ്ഞു. അങ്ങനെ ഇവരിപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാൻ നിൽക്കുന്നതും കാണിക്കുമ്പോൾ അത് വീണ്ടും അങ്ങനെ നല്ല ശക്തിയോടെ തിരിച്ചു വരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ജോ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് വാന്നും പറഞ്ഞിട്ട് അവൾ വിളിക്കാൻ ശ്രമിക്കും. അവൾ പറയും, ഇല്ലില്ല ഞാൻ വരത്തില്ല, ഇത് ചെയ്തിട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻസറുകൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ പെരുകിയെടുക്കാണ്. അപ്പോൾ അവനാണെങ്കിലോ അവളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് റിവേഴ്സ് എടുത്ത് വരുമ്പോൾ അവൾ അപ്പോഴും അവനെ നിർത്താൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ആ ഒരു സെൻസറുകൾ എടുത്തിട്ടാണ് പറയുന്നത്, ഇതല്ലാതെ നമുക്കിനി വേറെ വഴിയില്ല, കാരണം ഇതും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് മിസ്സാവും. അന്ന് സംഭവിച്ചതുപോലെ ഒരിക്കൽ കൂടി ഒരു കുടുംബത്തിന് സംഭവിക്കരുത് എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചെറിയ കുട്ടി അവളുടെ അച്ഛനെ മിസ്സായി പോയല്ലോ ഈ ഒരു കൊടുങ്കാറ്റ് വന്ന സമയത്ത്. ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. അതുകൊണ്ട് അവളുടെ കുടുംബത്തിന് സംഭവിച്ച ആ ഒരു കാര്യം മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഹീറോ പറയും, അതൊക്കെ ശരി തന്നെയാണ്, നിന്റെ അച്ഛൻ പോയി, പക്ഷേ നീ ഇങ്ങനെയെല്ലാം ചെയ്താലും നിന്റെ അച്ഛൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ദേഷ്യത്തിലെ അവനങ്ങനെ പറഞ്ഞു പോകുന്നതും ഇവർ പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ മെലിസ ഇവിടെ നിന്ന് കേൾക്കും. കാരണം അവളുടെ ദേഹത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈക്ക് വഴി ഇവർക്കത് കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ തിരിച്ചു വരികയാണ്, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് രാത്രി പട്ടണത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ രാത്രിയിൽ ആ ഒരു വലിയ സ്ക്രീനിൽ പ്രൊജക്ടറെല്ലാം ഉപയോഗിച്ചിട്ട് സിനിമയെല്ലാം ഇടുന്നുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഹീറോയിൻ അവരെല്ലാവരും കോഫി ഷോപ്പിലിരിക്കുന്നു. നമ്മുടെ ഹീറോയിൻ ജോ ആണെങ്കിൽ ആ ഒരു ഡിവോഴ്സ് പേപ്പർ ഉണ്ടല്ലോ അതിലാണെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ട്. മെലിസയാണെങ്കിലോ അവളുടെ റൂമിൽ കിടന്നിട്ട് ഇവർ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ വീണ്ടും ആലോചിച്ച് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും
ആ ഒരു TV ആണെങ്കിൽ വർക്ക് ആവുന്നില്ല. അവളാണെങ്കിൽ റിമോട്ട് വെച്ച് അടിച്ചു നോക്കുന്നുണ്ട്. അതെന്തോ സിഗ്നൽ കിട്ടാത്തതുപോലെ. അവള് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് കാണിക്കുമ്പോ ആഹാ വീണ്ടും ഇപ്പോ ആ ഒരു വലിയ ചുഴലിക്കാറ്റ് രാത്രി സമയത്ത് അങ്ങനെ വരുന്നതും ഇവരെല്ലാവരും അത് കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. അതുമല്ല അവിടെയുള്ള ഒരു ഷോപ്പിലാണെങ്കിൽ ഒരു ചെറിയ കുഴി പോലൊരു ഭാഗമുണ്ട്. അതിനകത്തേക്ക് എല്ലാവരോടും ഓടിക്കയറാൻ പറയാണ്. അങ്ങനെ ആ ഒരു ഷോപ്പിന് വെളിയിലുള്ള എല്ലാവരും അതിനകത്തേക്ക് ഓടിക്കയറുന്നതും നമ്മുടെ ഹീറോ മെലീസയും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിനകത്തേക്ക് കയറും. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പുറകിലായി പോയി. അപ്പോൾ ഹീറോ അവളോട് ഓടി വരാൻ പറയുമ്പോൾ അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും ഇത് കേട്ട് ഓടി വരുന്ന സമയത്ത് അവിടെ കിടന്ന കാറുകളുണ്ടല്ലോ അതെല്ലാം ഈ ഒരു ചുഴലിക്കാറ്റ് അങ്ങനെയും എടുത്തോട്ട് പോവാണ്. ഇവരെല്ലാവരും ഒരു വിധത്തിൽ ആ ഒരു ഷോപ്പിനകത്തെ ആ ഒരു കുഴിയിലേക്ക് വന്ന് കിടക്കും. പക്ഷെ അതിന് മൂടിയും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് മുകളിൽ ഈ ഒരു ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം പറന്നു പോകുന്നതെല്ലാം ഇവർക്ക് നല്ലതുപോലെ കാണാം. ഇടയ്ക്കാണെങ്കിലും നല്ല മൂർച്ചയുള്ള പ്ലേറ്റ് എല്ലാം പറന്നു വരുന്നുണ്ട്. ഒരുത്തന്റെ തലയിലേക്കെല്ലാം വന്ന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിനകത്ത് തന്നെ സേഫ് ആയിട്ടിരിക്കുമ്പോൾ വലിയൊരു വണ്ടി, ഇവരുടെ ആ ഒരു ജീപ്പ്, 1-2 കാറുകൾ ഇതെല്ലാം പറന്ന് ഇവരുടെ എല്ലാം മുകളിലേക്ക് വന്ന് വീഴാണ്. പക്ഷെ ഇവർ കുഴിയിലുള്ളത് കൊണ്ട് ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അതേസമയം ആന്റി ആയിട്ടുള്ള മെഗ് ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവിടെ ആ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ആർക്കും അറിയാൻ കഴിയത്തില്ല ഈ ഒരു ചുഴലിക്കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നതെന്നും. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു സെൻസറുകൾ അതിനുള്ളിലേക്ക് വിടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഈ കാറ്റ് വരുന്ന ദിശയിലുള്ള ആളുകൾക്കെല്ലാം നേരത്തെ തന്നെ അലർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ സേഫായിട്ട് മറ്റൊരിടത്തേക്ക് മാറും. അതേസമയം ഇവിടെ എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി ആ ഒരു കാറ്റ് പോകുന്നതും നമ്മുടെ ഹീറോയിനും അതിന്റെ പുറകെ പോകാനായിട്ട് നിൽക്കാണ്. അപ്പോഴാണ് നമ്മുടെ മെലിസ വന്നിട്ട് ബില്ലിനോട് പറയുന്നത്, സോറി ബിൽ, ഞാൻ ഇനി എന്തായാലും ഇവിടെ ഉണ്ടാവത്തില്ല എന്നിങ്ങനെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ബില്ലിന് ഇപ്പോഴും ജോയെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. കാരണം ആ ഒരു സംസാരത്തിലൂടെ തന്നെ അവൾക്കത് മനസ്സിലായതാണ്. അതുകൊണ്ട് അവൾ പറയും, ഇനി എന്തായാലും നമ്മൾ കുറെ കൂടി കാലം കഴിയുമ്പോൾ പിരിയാനുള്ളതാണ്. അത്രയും നാൾ ഇരുന്നിട്ട് വെറുതെ വിഷമിപ്പിക്കുന്ന എന്തിനാ, നേരത്തെ തന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നീ ഹാപ്പി ആയിട്ട് ജീവിക്ക്, ഒരു കുഴപ്പമില്ല, ഞാനും ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവള് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അവളുടെ അച്ഛനും അമ്മയോടൊപ്പം അതേപോലെ ഒരു ഫാമിലി അവൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ നേരെ ആ ഒരു ആന്റിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വീടും തകർന്ന അവസ്ഥയിലാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിനും നേരെ ആ ഒരു വീടിന് മുകളിലേക്ക് ജനാല വഴി അകത്തേക്ക് കയറി നോക്കുമ്പോൾ ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല, ആന്റി ഇതിനുള്ളിൽ പെട്ടുപോയി. അങ്ങനെ ആന്റിയെ അവർ വലിച്ചെടുക്കുന്നതും ഈ ഒരു വീട് പതിയെ താഴേക്ക് വീഴാണ്. പക്ഷെ അതിന് മുന്നേ ആന്റിയെ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ആന്റിയുടെ ആ ഒരു നായനെ താഴെ വന്നിട്ടാണ് ആന്റി പറയുന്നത്, സെൻസറുകൾ ഒരിക്കലും വർക്കായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പോലും കഴിഞ്ഞില്ല. അടുത്ത് വന്നപ്പോഴത്തേക്കാണ് ചുഴലിക്കാറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെല്ലാം ഹീറോയിനോട് ഇങ്ങനെ പറയുന്നു. അതുപോലെ ഹീറോയിന്റെ കൂടെയുള്ള ഒരുത്തനാണെങ്കിലും പറയും, നമ്മുടെ സെൻസറുകൾ ഒരിക്കലും പ്രവർത്തിച്ചില്ല, കാരണം അത് മുകളിലേക്ക് പോയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ ഒരു ആന്റി ഹീറോയിനോട് പറയും, നീ കുട്ടിക്കാലം മുതൽ ഇത് ചെയ്യാനായിട്ടാണ് ഇത്രയും കാലം നീ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നീ ഇതെന്തായാലും ചെയ്തേ പറ്റൂ എന്നെല്ലാം പറയുന്നത്. ഹീറോയിൻ വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ വന്നിട്ട് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജോ പറയും, ഡോറോത്തിയെ എങ്ങനെ പറപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഹീറോ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഈ ഒരു ആന്റിയുടെ വീടിന്റെ മുന്നിൽ കുറെ ലീഫുകളുണ്ടല്ലോ ഈ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ചുറ്റുന്ന, അതിങ്ങനെ കാണുന്നത്. അത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് എനിക്ക് കുറച്ച് സഹായം വേണം, കുറച്ച് ടിന്നുകൾ വേണം എന്നും പറഞ്ഞിട്ട് അടുത്തത് കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു ബോളുകൾ ആ ഒരു ചുഴലിക്കാറ്റിലേക്ക് പറന്നുയരാൻ വേണ്ടി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ക്യാൻ ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്തിട്ട് അതൊരു ഫാൻ പോലെയാക്കി മാറ്റി ഈ ഒരു സെൻസറിന്റെ മുകളിൽ വെച്ച് ഘടിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലീഫ് കറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു സെൻസർ ബോളുകൾ അങ്ങനെ മുകളിലേക്ക് ഉയർന്ന ആ ഒരു കാറ്റിനോടൊപ്പം ചീരുകയും ചെയ്യും. അതാണ് ഇവരുടെ പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ഓരോന്നിലും ആ ഒരു ഫാനുകൾ വെച്ച് അങ്ങനെ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും കാർ എടുത്തിട്ട് ഇത്തവണ ഇവർ പോകുന്നത് F5 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുഴലിക്കാറ്റിന്റെ അടുത്തേക്കാണ്. കാരണം ഇതേ ചുഴലിക്കാറ്റാണ് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിന്റെ കുട്ടിക്കാലത്തെ സമയത്ത് അവളുടെ വീടിന്റെ അടുത്തേക്ക് വന്നതും അവളുടെ അച്ഛനെ എടുത്തുകൊണ്ട് പോയതും. അതുകൊണ്ട് ഇവരെ ആ ഒരു സെൻസറുകളിലെല്ലാം ഫാനെല്ലാം വെച്ച് നേരെ ആ ഒരു റോഡിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ആ ഒരു സെൻസറുകൾ റോഡിലേക്ക് വെച്ച് ഇവർ കുറച്ച് ദൂരെയായിട്ട് വന്ന് ഇങ്ങനെ മാറി നിൽക്കാണ്. അപ്പോൾ ഈ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം മുകളിലേക്ക് എടുത്തുകൊണ്ട് പോയിക്കോളും, കുഴപ്പമില്ല. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു മരം ഉണ്ടല്ലോ അതങ്ങനെ പറന്നു വന്ന് ഇതിലേക്ക് ഇടിച്ച് ആ ഒരു ബോളുകളെല്ലാം താഴേക്ക് വന്ന് വീഴുന്നു. അതുകൊണ്ട് ആ ഒരു സെൻസറുകൾ ഫെയിലായി പോയി. അങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്താണ് ആ ഒരു മരം ഉണ്ടല്ലോ അത് വീണ്ടും കുറച്ചുകൂടി ഉയർന്ന് ഇവരുടെ കാറിനടുത്തേക്ക് വരുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ കാറിനകത്തേക്ക് വിളിച്ച് കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കാറിനടിയിലേക്ക് ഇടിച്ച് കയറി അതങ്ങനെ തിരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ കാറ് ആ ഒരു മരത്തിന് മുകളിൽ പെട്ടുപോയി. അങ്ങനെ രണ്ടുപേരും കാറിനകത്തേക്ക് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതേസമയം തന്നെ ഹീറോയി നോക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കരിയേരി കാറ്റിനകത്ത്. അവൾ ചോദിക്കും അതെന്താന്ന് ചോദിക്കുമ്പോൾ ഹീറോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ അത് വലിയൊരു കണ്ടെയ്നർ ആയിരുന്നു. അതിപ്പോ പറന്ന് റോഡിലേക്ക് വീണിട്ട് ഈ കണ്ടെയ്നർ നേരെ ഇവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ സ്പീഡിന് വരുന്നു. ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ അതാണെങ്കിൽ നീങ്ങി അങ്ങനെ വന്നിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് ഒരു ഒറ്റ ഇടി
അപ്പോഴേക്കും ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്നും ഈ കാർ വെളിയിലേക്ക് വന്നു. പക്ഷെ അതല്ല പ്രശ്നം, ഈ ഒരു കണ്ടെയ്നർ പതിയെ മുകളിലേക്ക് ഉയർന്നിട്ട് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വീണ്ടും പറന്ന് മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ആ ഒരു കണ്ടെയ്നർ ഇപ്പോൾ വീണ്ടും പറന്ന് മുന്നിലേക്ക് വന്ന് വീണിട്ട് അതങ്ങ് പൊട്ടിത്തെറിക്കും. പക്ഷെ എങ്ങനെയോ നമ്മുടെ ഹീറോ ആ ഒരു തീയിലൂടെ എല്ലാം ഓടിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് വീണ്ടും ഈ ഒരു കൊടുങ്കാറ്റിന്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അതേസമയം ജോനാസും ടീമുണ്ടല്ലോ, അവരിപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റിന് അടുത്ത് എത്താറായി. അതുകൊണ്ട് അവർ നല്ല വേഗതയിൽ അങ്ങനെ പോകുന്നത്. നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. കാരണം ഈ ഒരു കണ്ടെയ്നർ വലിച്ചു പൊക്കാനുള്ള പവർ ആ ഒരു ഇവരുടെ കാറിൽ അതിന് നിസ്സാരം മാത്രമാണ്. അതുകൊണ്ട് ജോനാസിനോട് വിളിച്ചു പറയും, ജോനാസ് ഇപ്പോൾ അതിനടുത്തേക്ക് പോകരുത്, അത് ഡേഞ്ചർ ആണെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ അഹങ്കാരം കാരണം ഇല്ല ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേഡിയോയും ഓഫ് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു ഡ്രൈവർ ജോനാസിനോട് ചോദിക്കുന്നുണ്ട് പോണോ വേണ്ടതെന്ന്. പക്ഷെ അവൻ പറയും ഇല്ല നമ്മൾ എന്തായാലും പോയേ പറ്റുമെന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു വാശിപ്പുറത്ത് അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നതും ഇവർ വീണ്ടും മുന്നിലേക്ക് തന്നെ പോകുന്ന സമയത്ത് അതിൽ നിന്നും വലിയൊരു തൂണുണ്ടല്ലോ അത് അങ്ങനെ പറന്നു വന്ന് ജോനാസിന്റെ ആ ഡ്രൈവർ ഇരിക്കുന്ന സീലിലൂടെ കുത്തിക്കയറി അങ്ങ് പോവാണ്. ആ ഒരു ഡ്രൈവർ എന്തായാലും മരിച്ചു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റ് ഇവരുടെ ആ ഒരു വണ്ടി അങ്ങനെ തൂക്കിയെടുത്ത് ആ കാറ്റിനൊപ്പം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയിനെ നോക്കുമ്പോൾ ആ കാർ അങ്ങനെ കിടന്ന് പറക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കറങ്ങി നേരെ താഴേക്ക് വന്ന് വീണ് അത് പൊട്ടിത്തെറിക്കുന്നതും ജോനാസും ടീമും എന്തായാലും മരിച്ചു. ഇവർക്ക് അത്രയും വിഷമുണ്ട്. അവനോട് ഒരുപാട് പറഞ്ഞതാണ്, പക്ഷേ അവൻ കേട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു കാറ്റ് പാടത്തോടെ അങ്ങനെ വന്നിട്ട് അടുത്തുള്ള ഒരു വലിയ ഫാം വീടുണ്ട് അതെല്ലാം എടുത്ത് അവിടെയുള്ള ട്രാക്ടറും മറ്റു കാര്യങ്ങളെല്ലാം തൂക്കിയെടുത്ത് റോഡിലേക്കെല്ലാം ഇടുകയാണ്. ഇടുന്നതെല്ലാം ആ ഒരു കാറ്റിന്റെ വേഗതയിൽ അത് പറന്ന് താഴേക്കൊന്ന് വീഴുന്നു. ഹീറോയിന് പോകുന്ന സമയത്ത് അവരാണെങ്കിലോ ഇതൊന്നും ഇടിക്കാതെ ഓരോന്നിലും തട്ടാതെ ഇവർ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണ്. നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വലിയ വീട് റോഡിന് നടുവിലായിട്ട് വന്ന് കിടക്കുന്നതും രണ്ടുപേര് കാറ് ടൈറ്റ് ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആ വീടിനകത്തൂടെ പടിക്കെട്ട് വഴി കയറി അങ്ങനെ മുൻവശത്തോടെ ഇറങ്ങി അങ്ങ് പോവാണ്. എന്നിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു കാറ്റിപ്പോൾ ചോളപ്പാടുണ്ടല്ലോ അതിലൂടെ കുറച്ച് ഉള്ളിലേക്ക് പോകുന്നതും ഹീറോ പെട്ടെന്ന് ഇത്തവണ എന്തായാലും ഇവർ സാധിക്കുമെന്ന് പറഞ്ഞിട്ട്, കാരണം ഇനി വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഈ ഒരു കാറ്റ് വരത്തുള്ളൂ, അതുകൊണ്ട് ഇത്തവണ എന്തായാലും ചെയ്തേ പറ്റൂ, ഈ ഒരു സെൻസറുകൾ അതിലേക്ക് വിട്ടേ പറ്റൂ. അതുകൊണ്ട് ഹീറോ ആ ഒരു ചോളപ്പാടമുണ്ടല്ലോ അതിലൂടെ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു കാറ്റിനടുത്തേക്ക് പോകണം. ഇത്തവണ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അടുത്തെത്താറാകുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയിൽ നിന്നും എടുത്ത് വെളിയിലേക്ക് ചാടുക. അതുപോലെ ആ ഒരു സെൻസറുകളെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് ഹീറോ പറയും ഓക്കെ ശരി 1 2 3 എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിന് വെളിയിലേക്ക് ഡോറും തുറന്നിങ്ങനെ വെച്ച് അടുത്തെത്താറാകുമ്പോൾ എടുത്തൊരു ഒറ്റ ചാട്ടം. അങ്ങനെ ഈ ഒരു കാറ് നേരെ ആ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതും ആ ഒരു സെൻസറുകൾ ഉൾപ്പെടെ എല്ലാം മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവർ ആ ഒരു സെൻസറുകളിൽ മറ്റേ ഫാൻ വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം പറന്ന് നല്ലതുപോലെ ആ ഒരു കാറ്റിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അതോടെ ഇവർ ചെയ്തതെല്ലാം സക്സസ് ആയി. ഇപ്പോൾ ആ ഒരു സെൻസറുകൾ അയക്കുന്ന സിഗ്നലുകൾ ഇവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റിന്റെ വേഗത, ഇത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇനി നല്ലതുപോലെ ഇവിടെ ഇരുന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു വാണിംഗ് ഇനി മുതലേ ഇവർക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് പേരുടെ ജീവനും രക്ഷിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഹീറോയിനും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് കാണിക്കുമ്പോൾ ആ ഒരു കാറ്റിപ്പോ പതിയെ തിരിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ടീം ഇവരോട് വിളിച്ച് പറയുന്നതും രണ്ടുപേരും ഇപ്പോൾ ഓടുകയാണ്. അടുത്തുള്ള ഒരു വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കാറ്റ് വലിച്ചെടുത്ത് നശിപ്പിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഇവര് അടുത്തുള്ള ഒരു ഫാമിനകത്തേക്ക് കയറുമ്പോൾ പെട്ടുപോയി. കാരണം അതിനകത്ത് ഒരുപാട് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും ഇതുവല്ല ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും വീണ്ടും ഇറങ്ങി ഓടും. അപ്പോഴേക്കും ആ ഒരു വീടെല്ലാം ഈ കാറ്റ് എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ ഓടി അടുത്തൊരു ചെറിയ ഷെഡ് ഉണ്ട്. അതിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു വലിയ പൈപ്പ് കണക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് എന്തായാലും 30 അടി താഴേക്ക് നല്ലതുപോലെ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഇവിടെ നിന്ന് പറന്ന് പോകത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പറയും അടുത്തുള്ള ആ ഒരു ബെൽറ്റ് എല്ലാം അതെടുത്ത് ദേഹത്തേക്ക് കെട്ടി ഈ ഒരു പൈപ്പിലും ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിയേക്കാണ്. എന്നിട്ട് രണ്ടുപേരും പിടിച്ചവിടെ ഇരിക്കുന്നതും ഈ ഒരു ഷെഡ് ഉൾപ്പെടെ ആ ഒരു കാറ്റ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇവരാണെങ്കിലും പറന്ന് നിൽക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കാറ്റ് പൂർണ്ണമായിട്ടും ആ ഒരു സ്ഥലം മുഴുവനായിട്ട് എടുത്തോണ്ട് പോകുന്നതും നമ്മുടെ ഹീറോയ്ക്കും അതേപോലെ തന്നെ ജോയ്ക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇവരെന്തായാലും സേഫായി. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ അവിടെയുള്ള ഒരു ഫാമിലി ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ അതുവഴി മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. അതുമല്ല ഇനിയിപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഇവർക്കൊരു വലിയ ലാബ് തുടങ്ങണം. എന്നിട്ട് ഈ ഒരു മുന്നറിയിപ്പുകളെല്ലാം നൽകാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും വേണം. അടുത്ത തവണ ഈ ഒരു കാറ്റ് വരുമ്പോൾ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയും. കാരണം ആ ഒരു സെൻസറുകളെല്ലാം അതിനുള്ളിലേക്ക് പോയതുകൊണ്ട്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് തിയേറ്ററുകളിൽ ഓടുന്ന ഈ ഒരു മൂവിയും ഇതേ സംഭവം തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. ആ ഒരു മൂവി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.